കവടിയാർ കൊട്ടാരത്തിൽ വൻ മോഷണം. 2 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണ്ണാഭരണം മോഷണം പോയി. രത്നക്കല്ലുകൾ അടക്കം പതിച്ച ആഭരണങ്ങളാണ് മോഷണം പോയത്. പത്മനാഭസ്വാമിയുടെ ചിത്രം കൊത്തിയ ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. ഗൗരി ലക്ഷ്മിഭായിയുടെ ഇരുമ്പലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കഴിഞ്ഞ വർഷം അവസാനമാണ് മോഷണം പോയത്. വിവരങ്ങളുമായി അനിരുവാണ് ചേരുന്നത്. അനിരു, തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനമായ ഒരു സ്ഥലമാണ് കവടിയാർ എന്ന് പറയുന്നത്. ഏറെ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അവിടെ. സർക്കാരിന്റെ ഒരുപാട് വസതികളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഈ ഒരു കവടിയാർ കൊട്ടാരത്തിൽ ആണ് ഇത്തരത്തിൽ വലിയ ഒരു തരത്തിലുള്ള മോഷണം പോയത് എന്ന് പറയുന്നത്. അതും ഏറെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെയാണ് മോഷണം പോയത്. കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതും കഴിഞ്ഞ വർഷം അവസാനം എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴാണോ പുറത്തേക്ക് അറിയുന്നത്? എന്താണ് കൊട്ടാരം അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? സ്വാതി, രാജ്യത്തെ തന്നെ നടക്കുന്ന രീതിയിലുള്ള ഒരു മോഷണ വിവരങ്ങളാണ് ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഏകദേശം 2 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, അത് അമൂല്യമായവ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇപ്പോൾ ഗൗരി ലക്ഷ്മിഭായിയുടെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗൗരി ലക്ഷ്മിഭായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. എന്നാൽ മോഷണം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് എന്നുള്ളതാണ് പരാതിക്കാരിയായ ഗൗരി ലക്ഷ്മിഭായി സംസ്ഥാന പോലീസ് മേധാവിയോട് പറയുന്നത്. താൻ ഒരു ബാംഗ്ലൂർ യാത്രയ്ക്ക് പോകുന്നതിനായി ആഭരണങ്ങൾ തൻ്റെ കിടപ്പുമുറിയിലെ ആ ഇരുമ്പ് അലമാരയിൽ സൂക്ഷിച്ച, ലോക്കറോട് കൂടിയ ആ അലമാരയിൽ സൂക്ഷിച്ച, തനിക്ക് മാത്രം അറിയാവുന്ന പാസ്വേഡുകൾ വെച്ച് തുറന്നപ്പോഴാണ് ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ കൂട്ടത്തോടെ നഷ്ടമായി എന്നുള്ള വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ താൻ കൊട്ടാരത്തിലുള്ളവരോട് ഈ വിവരം പറഞ്ഞിരുന്നു. തുടർന്ന് താൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴും ഇത് സംബന്ധിച്ച് ജീവനക്കാരോടും കൊട്ടാരത്തിലെ തൻ്റെ ബന്ധുക്കളോടും ഈ വിവരം ആരാഞ്ഞിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തെക്കുറിച്ച് യാതൊരു വിവരവും ആർക്കും അറിയില്ല എന്നുള്ള നിലപാടായിരുന്നു കൊട്ടാരം ബന്ധുക്കളും ജീവനക്കാരും അറിയിച്ചത്. തുടർന്ന് ഈ വിവരം പുറത്തു പോയാൽ കൊട്ടാരത്തിനുണ്ടാകുന്ന ഒരു മാനക്കേട് മനസ്സിലാക്കിയാണ് ആരാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്.